ഹായ്, നമുക്ക് ഒരു വെള്ളനേറ്റിക്കാരന്റെ ഒരു കോമഡി കേട്ടാലോ? കേൾക്കാം. കോമഡി. ഈ കോൺഗ്രസ് ഗവൺമെന്റ് 1995 പതിച്ചു കൊടുത്ത 40-ാം അനുച്ഛേദം അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ദീപികയുടെ മാനേജ്മെന്റിനോ കേരളത്തിന്റെ സാമാന്യ ജനനീതി ആഗ്രഹിക്കുന്ന ഒരു പൊതുമനസ്സിനോ സംശയമില്ല. പക്ഷെ ഇവിടെ സംശയമുള്ള 140 പേരുണ്ട്. അത് ഈ MLA-മാരാണ്. 140 MLA-മാരാണ്. ഇടതിന്റെയും വലതിന്റെയും 140 MLA-മാര്. ഈ ഏത് ഭൂമിയും ഒരു മുസ്ലിമിന് വഖഫാണ് എന്ന് തോന്നിയാൽ അവകാശപ്പെടാം എന്ന് പറയുന്ന 40-ാം അനുച്ഛേദം തിരുത്തണം എന്ന് പറയുന്ന മോദി ഗവൺമെന്റിന്റെ വഖഫ് തിരുത്തലിനെതിരെ കൈപൊക്കിയെങ്കിൽ അവരിവിടെ കൈപൊക്കിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി ആർക്കും ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെതിരെയാണ് ദീപിക ആദ്യം സംസാരിച്ചത്. 1995 പതിച്ചു കൊടുത്ത 40-ാം അനുച്ഛേദന പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് കളയും. കണ്ടവന്റെ സ്വത്ത് നിന്ന് ശീലമുള്ള വെള്ളനൈറ്റിക്കാർ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ വസ്തുക്കൾ പിടിച്ചടക്കപ്പെട്ടിട്ടുള്ളതും പിടിച്ചടക്കിയിട്ടുള്ളതും ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഈ പൊട്ടം പറഞ്ഞ വേറൊരു പൊട്ടത്തരം കൂടെ ഉണ്ട്, അതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാ. എത്ര നിയോജക മണ്ഡലമുണ്ടെന്നാ പറഞ്ഞേ? അല്ല, എത്ര പേര് പറഞ്ഞെന്നാ പറഞ്ഞേ? 140. അയ്യോ പൊട്ട, 140 നിയോജക മണ്ഡലമേ ആകെയുള്ളൂ. 140 പേരും കൂടെ പറയുകയാണ് ഈ സാധനം ഇങ്ങനെ തന്നെ മതി, വഖഫ് ബോർഡ് ഇങ്ങനെ തന്നെ മതി, ഇതിനകത്ത് ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ക്രയവിക്രയങ്ങളും വേണ്ട എന്ന് പറയണത് ആരൊക്കെയാ? 140 പേരാ. ഇത് 140 പേരും മുസ്ലിംസാ? 140 പേരും മുസ്ലിംസ് ആണോ എന്നാണ് ചോദ്യം. എലക്ട് ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് ഇങ്ങനെ തന്നെ മതി. അപ്പൊ അത്രയും മനുഷ്യർക്ക് ബോധമുണ്ട്, അത്രയും മനുഷ്യർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ വെള്ളനേറ്റിക്കാരന്റെ കുപ്പായത്തിനൊക്കെ തിരിക്കുന്ന ആ കറുത്ത സാധനത്തിന്, അതായത് കറുത്ത ഹൃദയത്തിന് ഇത് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്തെന്നറിയാമോ? ഇവരുടെ അകരാതിയിലെ ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയിലല്ല. ദാനം കൊടുക്കുക, ദാനധർമ്മം അങ്ങനെയല്ല, വാങ്ങിയെടുത്തല്ലേ ശീലം, പിടിച്ചു പറിച്ച ശീലം. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കോടതികളിൽ സ്വത്ത് തർക്കങ്ങൾ നടത്തുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി മാത്രം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സഹോദരനെ വെടിവെച്ച് കൊന്ന സംഭവം വരെയുണ്ട്. സ്വത്ത് തർക്കത്തിന്റെ പേരല്ല, കുത്തുക എന്നൊക്കെ അല്ല, വെട്ടിവെച്ച് അങ്ങോട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കാട് പ്രദേശം കണ്ട് അവിടെ അങ്ങോട്ട് കുടിയേറി പാർക്കലായി, പിന്നെ അത് വെട്ടിയെടുക്കലായി, പിന്നെ അത് പാട്ടക്കരാറാക്കലായി. അധിനിവേശം ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാരല്ലേ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ വന്ന മാനം മര്യാദയ്ക്ക് അവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകട്ടെ എന്ന ടൈമാണ്. ഇത് അങ്ങനെയില്ല, പിടിച്ചടക്കണം, പിടിച്ചു നിർത്തണം. യേശപ്പൻ പറഞ്ഞേ ഭൂമിയുടെ അങ്ങ് അറ്റത്തോളം പോയി സുവിശേഷം പറയാൻ. യവന്മാര് കേട്ടെന്തെന്നറിയാം? ഭൂമിയുടെ അങ്ങ് അറ്റത്തോളം പോയിട്ട് അതെല്ലാം വെട്ടിപ്പിടിച്ചോണ്ട് വരാനാണ്. അമ്മാതിരി വെട്ടിപ്പിടിച്ച ടീമുകളാണ് ഈ ഇരുന്നുകൊണ്ട് വേണ്ടാതീനം പറയുന്നത്. ഈ അവിടെ മുനമ്പത്തുള്ള ആകെ 12 പേർക്കാണ് നോട്ടീസ് പോയിട്ടുള്ളത്. ഈ 12 പേരിൽ മെജോറിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ലവന്മാരാണ്. അവിടെ റിസോർട്ട് പണി കഴിപ്പിച്ച് അതിനകത്ത് കുത്തിക്കയറി താമസിച്ചിരിക്കുന്നവന്മാർക്ക് ഈ പറയുന്ന രീതിയിൽ നോട്ടീസ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ, പ്രത്യേകിച്ച് കുറച്ച് ബിലോ പോവർട്ടി ലൈനിലൊക്കെ നിൽക്കുന്ന മനുഷ്യരെ അങ്ങോട്ട് മുന്നോട്ട് നിർത്തിയിട്ട് യവന്മാർ പിന്നിൽ നിന്ന് ചരട് വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിനകത്തൊരു ഭേദഗതി വരുത്തി എങ്ങനെയെങ്കിലും ഇതൊന്ന് പാസ്സാക്കി കൊണ്ടുവരണം. എങ്ങനെ നീയൊക്കെ നിയമം പാസ്സാക്കും, നീയൊക്കെ അങ്ങ് മൂക്കി കയറ്റുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെർസെൻറ്റേജ് കറക്റ്റ് ആണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഐ തിങ്ക് ടോട്ടൽ 140 കോടിയിൽ 2% അങ്ങോട്ടേ ഉള്ളൂ സിഖുകാർ. കാർഷിക നിയമം വന്നു. കർഷക നിയമം വന്നപ്പോഴത്തേക്ക് സിഖുകാർ മാത്രമാണ് അതിനകത്ത് കൂടുതൽ എതിർത്തത്. ബാക്കിയുള്ളവരൊക്കെ എതിർത്തു, ചുമ്മാ സൈലന്റ് ആയിട്ട്. പക്ഷെ അവരങ്ങനെയല്ല, അവിടെ പോയി പാർപ്പിടം ഉണ്ടാക്കി അവിടെ അങ്ങ് താമസിച്ചു. ഇങ്ങനെ റോഡ് മുഴുക്ക കല്ലൊക്കെ വെച്ച് ആണി കുത്തി ഇറക്കി വെച്ച് ഇവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ജനപ്രതിനിധി ചെയ്യുന്ന ടോർച്ചറാണ്. ഫാസിസം എന്താണെന്ന് കർഷക നിയമം പാസ്സാക്കിയ ശേഷം അയാളുടെ ആറ്റിറ്റ്യൂഡിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ അവർ സക്സീഡ് ചെയ്തു. ആളുകൾക്ക് മരണപ്പെടേണ്ടി വന്നു. 2% വിചാരിച്ചിട്ട് നിന്റെ കർഷക നിയമം എടുത്ത് കുപ്പയിലിടാൻ പറ്റുമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു വിഭാഗത്തിന്റെ അവരുടെ മാത്രമായ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംഗതിയിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന നിന്റെ നിയമവ്യവസ്ഥയെ, അല്ലെങ്കിൽ നീ കൊണ്ടുവരുന്ന ആ സുനായെ, ശതമാനക്കണക്കിൽ നിൽക്കുന്ന 12% വിചാരിച്ചാൽ എടുത്തു കളയാൻ പറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നിനക്കൊക്കെ വായ്ത്താളം അടിച്ചുകൊണ്ട് കുഴലു കുത്തിക്കൊണ്ടിരുന്നാൽ മതി.
അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാക്കി കൊടുത്ത് അവർക്ക് തന്നെ അത് എതിർത്ത് അത് ഇല്ലാണ്ടാക്കും എന്നുള്ളത് തർക്കമേ വേണ്ട. CA വന്നു, കൊറോണ വന്നില്ലെങ്കിൽ അതും എടുത്ത് നീ ചവറ്റുകൂട്ടയിടും. അതേപോലെ നീ എന്ത് സുനാ കൊണ്ടുവന്നാലും ഇത് ജനാധിപത്യ രാജ്യമാണെന്ന് പാസിസം കൊണ്ട് നടക്കുന്നു. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. സംഘികളല്ല ഇവിടെ എല്ലാം. അതൊരു വിഭാഗം ജനങ്ങൾ അവരുടെ വർഗീയത, അവരുടെ ഹിന്ദുത്വത്തിനെ ഉണർത്തി അങ്ങനെ കയറി കുത്തിയിരിക്കുന്നതാണ്. അവൻ കയറിയ ശേഷം ഉണ്ടായ കുറെ കെടുകാര്യസ്ഥകൾ പറഞ്ഞുതരാം. 70 രൂപയിൽ കിടന്ന പെട്രോൾ 115 രൂപയിലേക്ക് കയറിയിട്ടുണ്ട്, കുത്തി കയറിയിട്ടുണ്ട്. 400 രൂപ 600 രൂപയിൽ കിടന്ന പിന്നെ ഗ്യാസ് ഇപ്പൊ 1000 രൂപ കൊടുത്താലും കിട്ടാനില്ല. അമ്മാതിരിയായി. എല്ലാവർക്കും ഗ്യാസ് വേണമെന്ന് പറഞ്ഞ സബ്സിഡിയും ബാക്കിയുള്ളതും ഒക്കെ മൈനസ് ചെയ്ത് 2 കുറ്റിയുള്ളവൻ്റെ 1 കുറ്റി പിടിച്ചു വാങ്ങിയൊക്കെ കുറെ സർക്കസ് ഒക്കെ കാണിച്ചിട്ടും വില അങ്ങനെ റോക്കറ്റ് വേഗതയിൽ അങ്ങനെ മേലോട്ട് കയറിപ്പോവുകയാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നോട്ട് നിരോധനം. എന്തിനാണെന്നറിയാമോ? കള്ളപ്പണം പിടിക്കാനാത്രേ. ചിപ്പുണ്ടെന്ന്. ചിപ്പ് കടലിന്റെ അടിയിൽ കിടന്നാലും ചിപ്പിനകത്തിരുന്ന് എല്ലാവരും അടിക്കുമെന്ന്. അങ്ങനെ പിന്നെ ആളുകളുടെ പൈസ എല്ലാം കടലിന്റെ അടിയിലോട്ട് പോവല്ലേ, ചിപ്പിനകത്ത് നോക്കിയിട്ട് ആളുകൾക്ക് പൈസ തിരിച്ചെടുത്തോണ്ട് കൊണ്ടുവരാനായിട്ട്. മോങ്ങൻ ചെയ്ത ഓരോ മോങ്ങത്തരങ്ങൾ കൊണ്ട് എത്ര മനുഷ്യർ തൂങ്ങി മരിച്ചു, എത്ര മനുഷ്യർ അല്ലാതെ തന്നെ ഇല്ല നഷ്ടമായി. മനുഷ്യനുണ്ടാകാവേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും അങ്ങേയറ്റം നശിച്ച് നാരാങ്കല്ലായി നാട്. ഇതൊന്നും പോരാതെ എന്തിനാണ് ഈ കള്ളപ്പണം ഉണ്ടാക്കാൻ അല്ല കണ്ടുപിടിക്കാന്നും പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഈ അവൻ പറഞ്ഞ രീതിയിലുള്ള പണങ്ങളെല്ലാം തന്നെ തിരിച്ച് ബാങ്കിലേക്ക് കയറുകയും ചെയ്ത് കള്ളപ്പണം ഒട്ട് കണ്ടതുമില്ല. പക്ഷെ ആള് പെട്ടിക്കകത്ത് സാധനം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് കൊടുക്കാനും കൊണ്ടുവന്ന്. കർണാടക ഇലക്ഷന്റെ സമയത്ത് പെട്ടിയിലാണ് കൊണ്ടുവന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പൊ 1 കോടി രൂപയൊക്കെ കൊണ്ടുവരണമെങ്കിൽ 500-ന്റെയും 1000-ന്റെയൊക്കെ ആണെങ്കിൽ കുറച്ച് പാടാണ്. 2000-ന്റെ ആണെങ്കിൽ ഈസിയാണ്. അവന്റെ ആവശ്യം കഴിഞ്ഞ് 2000-ന്റെ നോട്ട് അങ്ങ് വന്ന് കളയുകയും ചെയ്തു. അപ്പൊ അത് വലിയ ഇതൊന്നുമില്ല, ഇപ്പൊ കാണാനേ ഇല്ല. 2000 നോട്ട് കാണാനേ ഇല്ല മാർക്കറ്റിൽ. അതങ്ങ് കളഞ്ഞു. അന്ന് പൈസ കെട്ടിക്കൊണ്ട് പോവാൻ ഈസി ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ 5000-ന്റെ നോട്ട് ഇറക്കും. അപ്പോൾ അങ്ങനെ പല പേക്കൂത്തും കാണിക്കും. പിന്നെ ഇവെന്താ മഴവില്ലിന്റെ ഇതാണോ എന്താ? മഴവില്ലെന്ന് പറയുന്നത് അറിയാലോ നിങ്ങൾക്ക്, ട്രാൻസ് വിഭാഗത്തിന്റെ സിമ്പലാണ്. അവൻ അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നോട്ടുകളിൽ മുഴുക്ക മഴവില്ലുണ്ടാക്കിക്കൊണ്ട് വന്നത്. മഴവിൽ കളറാണ് നോട്ട് മുഴുക്ക. ഏതായാലും എനിക്ക് അതിനകത്ത് 200 രൂപ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അത് അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. സഭാക്കാര് വെള്ള നൈറ്റിക്കാരായിട്ട് അവിടെ വന്ന് നിൽക്കുന്നവര് ലറ്റീൻസുകാർക്ക് വേണ്ടി വന്ന് പറഞ്ഞല്ല. അവിടെ ബാധിക്കപ്പെട്ടത് ലറ്റീൻ വിഭാഗമാണ്. ലറ്റീൻ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൽ കുറച്ച് താഴ്ന്ന ലെവലിലുള്ള ആൾക്കാരാണ്. ഞാനിത് പറയുന്നതല്ല, അവരങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ ജാതീയ വ്യവസ്ഥകളിൽ പൊറുതിമുട്ടിയ മനുഷ്യർ മതം മാറി മറ്റു മതങ്ങളിലേക്ക് ഓടിക്കയറുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരുടെ മതമായിരുന്നു. കാരണം അവർ റിച്ചാണ്, സൂപ്പർ റിച്ച് ആണല്ലോ. മറ്റവർക്ക് യൂണിറ്റി ഉണ്ടെന്നുള്ള ഈ രീതിയിലുള്ള റിച്ച്നെസ് ഒന്നും അവരുണ്ടായിരുന്നില്ലല്ലോ. യൂണിറ്റി ഉണ്ടെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, സുനാ മുറിക്കേണ്ട ഒരു ഗതികേടും വരും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് തള്ളിക്കയറിയല്ല ഒരു വിഭാഗം ജനതയാണ് ഈ ലറ്റീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ പറയ സമുദായത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുറെ പേര് ചേർന്നിട്ടാണ് ഒരു പുതിയ മതം ഉണ്ടാക്കിയിട്ട് പൊയ്കയിലപ്പച്ചൻ അവിടെ മതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ ഒരു വിഭാഗീയതയെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ക്രൈസ്തവ മതത്തിലേക്ക് വന്ന ശേഷം അവർക്ക് നേരിടേണ്ടി വന്ന നല്ല ക്രിസ്ത്യാനി നാറ ക്രിസ്ത്യാനി എന്ന ലേബൽ കൊടുക്കുകയും മോശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പൊയ്കയിലപ്പച്ചൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ബൈബിളും കത്തിച്ചിട്ട് അങ്ങേരുടേതായ ഒരു മോഡൽ ഉണ്ടാക്കി പറയ സമുദായത്തിലുള്ള ആൾക്കാരെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചു അദ്ദേഹം തന്നെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തനിയെ ഒരു മതവും ഉണ്ടാക്കി. അതായത് അദ്ദേഹത്തിന് ദൈവത്തിനെ ആക്കി വെച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെയുണ്ട്. ബ്രാഹ്മണ ക്രിസ്ത്യാനി, ചെറിയ ക്രിസ്ത്യാനി, വലിയ ക്രിസ്ത്യാനി, നാറ ക്രിസ്ത്യാനി, നാറ്റ ക്രിസ്ത്യാനി, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഉൾക്കൊള്ളിയൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ അത്തരത്തിൽ പ്രോബ്ലംസ് ഉള്ളത് അവിടെയാണ്. ഈ പ്രോബ്ലംസ് ഒന്നും ഇപ്പുറത്തില്ല. അത് കാണുമ്പോൾ കുത്തിക്കഴപ്പുണ്ടാക്കും. സഹോദരങ്ങളെ നോക്കുന്ന ഒരു ടേം, അല്ലെങ്കിൽ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇസ്ലാമിയര്. ആ മതവിഭാഗത്തിലുള്ള മനുഷ്യരുടെ സാഹോദര്യ സ്നേഹവും ഒത്തൊരുമയും ഇങ്ങോട്ട് കണ്ണുകടിക്കുകയാണ് പുള്ളിക്കാരന്. ഒറ്റ കാര്യമേ ഉള്ളൂ, വല്ലവന്റെ വസ്തു കയറി വെട്ടിപ്പിടിച്ചിട്ട് അത് എന്റെ വാപ്പാടെയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? കൃത്യമായ രേഖ വെച്ചിട്ട് തന്നെയാണ് വഖഫ് ഡിമാൻഡ് വയ്ക്കുന്നത്. അല്ലാതെ കാണുന്ന വസ്തുക്ക് എന്റെ ആണെന്ന് പറയാൻ എന്തുവാ? വഖഫ് എന്താ RSSകാര്? അത് RSSകാരുടെ സംഘടനയൊന്നുമല്ല കാണുന്നതല്ല എൻ്റെ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ കാസാക്കാരുടെ സാധനമല്ല അത് ആണെന്നൊക്കെ എൻ്റെ ആണെന്ന് പറയാനായിട്ട്. അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. നാട്ടുകാരുടെ വസ്തുക്കളിലോട്ട് ഇടിച്ചു കയറുകയും അത് എൻ്റെ ആണെന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ച് വെച്ചിട്ട് പട്ടയവും പതിച്ചിട്ട് അതും കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം ജനസുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തായാലും അവരാരും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ ഈ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സഭക്കാരെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. സഭയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയരുത്. സിസ്റ്റർ അഭയ കേസ് തീർക്കാൻ 500 കോടി ചെലവാക്കിയ ആൾക്കാരാ. അങ്ങനെ ഈ മഠങ്ങളിൽ വെച്ച് പിന്നെ ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കന്യാസ്ത്രീമാർക്ക് യാതൊരു മൂല്യവും വാല്യവും കൊടുക്കാതെ ആ
മരണപ്പെട്ട സ്ത്രീക്ക് കിട്ടേണ്ട നീതിയെ നിഷേധിച്ചുകൊണ്ട് അവരെ മരണത്തിന് ഇരയാക്കിയ അല്ലെങ്കിൽ മരണം കാരണമായ വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാൻ 500-600 കോടി രൂപ എടുത്ത് ചെലവാക്കുന്ന ഇങ്ങേർക്ക് ഈ പറയുന്ന 600 ഏക്കർ പറമ്പ് വാങ്ങിക്കാൻ എത്ര നേരം വേണം? അങ്ങനെയൊക്കെ അങ്ങോട്ട് തീരുമാനിക്കുന്നതല്ലേ അത് നിന്റെ ശരി. അല്ലാതെ ആന കോന ചക്ക ചേനയെന്നും പറഞ്ഞുകൊണ്ട് അനാവശ്യമായി വക്കഫിന് ഇതിനകത്ത് വലിച്ചഴക്കുന്ന ഒരുതരം കുത്തിത്തിരിപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വെറ്റുകൾ അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? എവിടെ ഭരണമുണ്ട് അവരോട് നിൽക്കും. ആദ്യകാലങ്ങളിൽ കോൺഗ്രസ്സുകാരായിരുന്നു, ഇവർ കോൺഗ്രസിന്റെ സ്വന്തം ആളാ. ഇപ്പൊ കോൺഗ്രസ് കൊള്ളൂല എന്ന് പറയുന്നത്, കാരണം കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാരിലല്ല ഈ SDPIക്കാരാണ് അവിടെ കയറി ഇരിക്കുന്നതെങ്കിൽ വിചാരിച്ചോ പിന്നെ SDPIക്കാരുടെ മൂഡ് താങ്ങും. അവർക്ക് അങ്ങനെ ഇന്ന രാഷ്ട്രീയം, ഇന്ന ജാതി, ഇന്ന മതമൊന്നുമില്ല. ആര് ഭരണകർത്താക്കളോ അവരുടെ അണ്ടറിൽ നമ്മൾ അങ്ങ് സുഖമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് നമ്മൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാനും പോകണ്ട, ഒരു കാര്യവും പറയാൻ പോകണ്ട. പിന്നെ പാസിസം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സംഘി ഗവൺമെന്റിനെ ടാർഗറ്റ് ചെയ്ത് അവരെ തൂക്കി തലയിൽ വെക്കുമ്പോഴത്തേക്ക് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. കള്ളപ്പണം വെളുപ്പിച്ചതോ ഇല്ല, ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ എക്സ്പെൻസ് തുടങ്ങി എല്ലാ ചാകരയും എല്ലായും നല്ലതുപോലെ കയറി മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന തൊഴിൽ അന്വേഷിച്ച ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഗതികേടിലേക്കും എത്തിയിട്ടുണ്ട്. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റോഡും കുത്തിക്കുറിച്ച് വലിച്ചു വെച്ചിരിക്കുന്നതല്ലാതെ എന്ത് വികസനമാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. ഫാസിസം കൊണ്ടുവന്ന് ഒരു വിഭാഗം ജനതയെ അടിച്ചമർത്തിക്കൊണ്ട് അവർ ശത്രുക്കളാക്കി അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേകതരം വർഗീയ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ കരകയറാമെന്ന് ചിന്തിക്കുന്ന എല്ലാ വായുനോക്കുകൾക്കും എൻ്റെ നടുവിരൽ നമസ്കാരം. എൻ്റെ പ്രതിഷേധം അതിൽ കൂടെ ഞാനങ്ങ് പ്രകടിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ ഇത് ഒരു പ്രാവശ്യം എടുത്തുള്ളൂ. അച്ഛനെ ഞാൻ ഇനിയും എടുക്കും. ഇത് അച്ഛൻ്റെ നമ്പർ 1 ഒന്നാം ഭാഗം. 2ാം ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇമാതിരി വിഷം പ്രചരിപ്പിക്കുന്നവരെ ശരിക്ക് വെച്ച് കൊടുക്കണം. പിന്നെ അച്ഛൻ പറഞ്ഞ വേറൊരു പോയിന്റ്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അല്ല അച്ഛ, ദീപികയാ അച്ഛൻ പറയുന്ന കണക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ദീപിക വായിച്ചണമല്ല. ദേശാഭിമാനിക്കുള്ള ഒരു ഇതുപോലും ദീപികയ്ക്കില്ല. ഇവിടെ ക്രിസ്ത്യാനികളെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടെ കുത്തകാവകാശം നിങ്ങൾ എടുക്കേണ്ട അച്ഛാ. ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ വരുത്തുന്ന പത്രം മലയാള മനോരമയാണ്. അതെന്താണെന്ന് അറിയാം. മിക്കവാറും ക്രിസ്ത്യൻസ് സുഹൃത്തുക്കൾക്ക് ഉണ്ട്, അവരൊക്കെ മലയാള മനോരമയാണ് വരുത്തുന്നത്. അച്ഛൻ മാത്രമാണെന്ന് തോന്നുന്ന ദീപികയുടെ ഉള്ളു. പിന്നെ ദീപിക എന്തൊരു വേൾഡ് വൈഡ് കൊണ്ട് ഫേമസ് ആയ ഒരു വല്ലാത്ത മഞ്ഞപ്പത്രം എന്നാണ് ഞാൻ പറയുക. അമ്മാതിരി ഒരു തൊലിഞ്ഞ പത്രവും വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുന്നത്. വല്ലാത്ത ജാതി. ഈ പറഞ്ഞ രീതിയിൽ വഖഫ് ബോർഡിനെ എങ്ങൊന്നും വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ മനസ്സറിഞ്ഞ് ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ട് കൊടുത്ത വസ്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ബോർഡ് മാത്രമാണത്. ഇപ്പോൾ തന്നെ അതിൻ്റെ അധികാര പരിധിയിലുള്ള, അല്ലെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നതും സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അത് പ്രത്യേകമായിട്ടൊരു പ്രത്യേകം അസോസിയേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, ഒരു ബോർഡാണ്. ദേവസ്വം ബോർഡ് പോലുള്ള ഒരു ബോർഡ് തന്നെയാണ്. അതിനകത്തേക്ക് ആളുകളെ കുത്തിക്കയറ്റി അനാവശ്യമായി ഈ ഇരിക്കുന്ന സ്വത്തുവകകൾ ഇല്ലാണ്ടാക്കി അവരുടെ ഒരു സ്ട്രെങ്ത് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവർ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇസ്ലാം മത വിഭാഗത്തിൻ്റെ സ്ട്രെങ്ത് ആണ് എന്ന് ധരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ഈ വഖഫിനോടനുബന്ധിച്ച് വരുന്നത് അതൊരു മതപരമായിട്ടുള്ള ഇതായതുകൊണ്ട് ആളുകൾക്ക് ഈ ഫീലിംഗ് ആവും, അവരിറങ്ങും, അപ്പോൾ അവരെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തുക. 2, ഇവരുടെ സ്വത്തുവകകൾ അതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് കൈയിട്ട് വരി കുറെ കയ്യാളി എടുക്കുക എന്നുള്ളതും ഉദ്ദേശ ലക്ഷ്യം. എന്ത് തന്നെയായാലും ഫാസിസ ഗവൺമെന്റിന്റെ ഒരു നടപടിയും ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഞാൻ അതിനകത്ത് ഉറച്ചു തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണുന്നതായിരിക്കാം. അച്ഛൻ്റെ 1ാം ഭാഗമാണ് അവസാനിച്ചത്, തുടർന്നും ഉണ്ടാകും. താങ്ക് യു.